എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ആ ടിവിയുടെ വോളിയൊന്ന് കൂട്ടിയരാ. LDFന്റെ പ്രതിനിധി അദ്ദേഹം വീണ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻസിന്റെ ആ കമ്പനിയുടെ പേര് പോലും പരാമർശിക്കാതെയാണ് സംസാരിച്ചത്. ആ വിഷയത്തെക്കുറിച്ച് ഒഴിച്ച് ബാക്കി ലോകത്തുള്ള മുഴുവൻ കാര്യം, ഇറാഖിലെ അധിനിവേശത്തെക്കുറിച്ച് വരെ അദ്ദേഹത്തോട് സംസാരിച്ചു പോയി. അദ്ദേഹം VD സതീശന്റെ 150 കോടി രൂപയുടെ അഴിമതിയെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. നിങ്ങളുടെ ഒരു MLA നിയമസഭയ്ക്കകത്ത് പ്രസംഗിച്ചത്, അതിന് പുറത്ത് CPM-ന്റെ ബാക്കി 98 MLA-മാർക്ക്, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് പറയാനാവില്ല. എന്തുകൊണ്ടാ പറയാത്തത്? ഇനി അതിനപ്പുറത്ത് VD സതീശൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നിങ്ങളല്ലേ ഭരിക്കുന്നത്? ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോയി തിരിച്ച് കർണാടകയ്ക്ക് കൊണ്ടുപോയപ്പോഴൊക്കെ നിങ്ങൾ എന്ത് നോക്കിയിരിക്കുമായിരുന്നു? നാണമില്ല ഇതൊക്കെ പറയാനായിട്ട്? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഏതെങ്കിലും വെളിവില്ലാത്തവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് വീണ്ടും വന്ന് ചാനലുകളിൽ വന്ന് വീണ്ടും ഒമിറ്റ് ചെയ്യാനായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇതൊക്കെ കേട്ടിരിക്കാനായിട്ട്. അതിന് തന്നാരും വിളിച്ചില്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമായിരുന്നു. പിന്നെ നിങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ അദ്ദേഹത്തെ വേട്ടയാടാൻ നോക്കുന്നു. പണ്ട് ബ്രണ്ണൻകോളേന്റെ വരാന്തയിൽ ഊരിപ്പിടിച്ച വടിവാളിനും വാക്കത്തിയുടെയും മറ്റേ പിച്ചാത്തിയുടെയും ഒക്കെ മുന്നിലൂടെ ഉരുമാറ് കാട്ടി നടന്നു. എന്റെ തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പൊ എന്റെ മനസ്സ്. തോക്കിന്റെ മുമ്പിൽ മാറ് കാണിച്ചു എന്നൊക്കെ പറഞ്ഞ ആൾക്ക് എന്തുകൊണ്ടാ വേട്ട എന്ന് പറയുന്നത്? നാണാവില്ലേ അതൊക്കെ പറയാനായിട്ട്? സാർ എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. നിങ്ങളെ വേട്ടയാടുന്നു എന്ന് നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾ കോടതിയിൽ പോകണം. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഇത്തരം ആക്ഷേപം വന്നപ്പോൾ നിങ്ങൾ പറഞ്ഞത് എന്താ? വീണയെ കേട്ടില്ല, വീണയുടെ ഭാഗവും വീണയുടെ കമ്പനിയുടെ ഭാഗവും കേട്ടില്ല എന്ന്. ROC അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ കുറെ കൂടി വ്യക്തമായി. വീണയ്ക്ക് പറയാനുള്ളത് ഒന്നും പറഞ്ഞിട്ടില്ല, കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളും അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളുമാണ് പറഞ്ഞിട്ടുള്ളതെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പൊ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കോ? ഇല്ല. ഇപ്പൊ നിങ്ങൾ പറയുന്നത് ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് അല്ലെന്ന്. 1,72,00,000 രൂപയുടെ അന്വേഷണം സീരിയസ് ആയിട്ടുള്ള ഒരു ഫ്രോഡ് അല്ലെന്ന്. മനുഷ്യനാലേ കുറച്ചൊക്കെ ഇതൊക്കെ വേണം. സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. ഞാനും പറയുന്നത് തന്നെയാണ്. ഈ 1,72,00,000 രൂപ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിന്റെ മകനുമായി ബന്ധപ്പെട്ട്, മകന്റെ അമ്മായച്ചന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടൊക്കെ ഈ വന്നിട്ടുള്ള മുഴുവൻ ആരോപണങ്ങളെയും ആക്ഷേപങ്ങളെയും അന്വേഷിക്കണം. അപ്പൊ കുറച്ചുകൂടി സീരിയസ് ആവും. നിങ്ങൾ ഇപ്പൊ തള്ളി പറഞ്ഞ സ്വപ്ന സുരേഷിനെ നിയമിക്കാനായിട്ടുള്ള ചരടുവലി നടന്നത് ഏത് കമ്പനിയും ഏത് കൺസൾട്ടൻസിയുമായി ബന്ധപ്പെട്ടാണെന്നൊക്കെ അറിയാമല്ലോ. എല്ലാം ഇയാൾക്കറിയാം, ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അത് ഈ ജയ്ക്ക് ബാലകുമാർ വഴിയാണ്. അപ്പൊ നിങ്ങൾക്ക് സ്വപ്ന സുരേഷ് എന്ന് തൊട്ടാ അസ്പർശിയായിട്ടുള്ളത്, എന്ന് തൊട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ക്യാരക്ടറായി മാറുന്നത്? പെടവച്ചെന്നാലുണ്ടല്ലോ പൂക്കൃത്രം കാണിച്ചേ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കുക? നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ കാതിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ആൾ ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞു. മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് എന്തിനാ? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ആ കേസിൽ കൂട്ടുപ്രതിയായിട്ടുള്ള സ്വപ്ന സുരേഷിനെയാണ് നിങ്ങൾ ഇപ്പൊ തള്ളി പറയുന്നത്. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ശിവശങ്കരനെ തള്ളി പറഞ്ഞില്ല. ഈ ശിവശങ്കരൻ 100 ദിവസം ജയിലിൽ കിടന്നത് എന്തിനു പേരിലാണെന്നറിയാവോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട് എന്റെ നാവിൽ നല്ല തെറി പോലും വരുന്നില്ലല്ലോ ഈശ്വര. ഈ ശിവശങ്കരൻ ഒപ്പിടാൻ പറഞ്ഞപ്പോൾ ഒപ്പിട്ട് കൊടുത്ത ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വേണ്ടേ? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൃശ്ശൂർ വന്ന് അദ്ദേഹം പ്രതികരിച്ചില്ലേ? ഏത് ഓഫീസിലാണ് സ്വർണ്ണക്കടത്ത് നടന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തമാശ പറയാതെ
അല്ല കാര്യമായിട്ട് പറഞ്ഞതാ. അങ്ങനെ കൃത്യമായിട്ടുള്ള ബോധ്യമുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് പറഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനിലേക്ക് മാത്രമാണ് കൈവലങ്ങൾ എത്തിയത്. അതിനപ്പുറത്തേക്ക് അന്വേഷിക്കാനായിട്ട് തയ്യാറായില്ല കേന്ദ്ര ഏജൻസികൾ. എന്നെ സംശയിക്കരുത്. ഈ CMRL കമ്പനിയിൽ റെയ്ഡ് നടന്നതിന് ശേഷം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തലുണ്ട്. വീണ വിജയന്റെ കമ്പനിക്ക് എക്സാലോജിക്കിന് കൊടുത്തിരിക്കുന്ന പണം യാതൊരു സേവനവും നൽകാതെ. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. അത് അഴിമതിക്ക് തുല്യമായിട്ട്, കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് നടന്നിരിക്കുന്നത്, ഇല്ലീഗലാണ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടെത്തലുണ്ടായിരിക്കുമ്പോൾ തന്നെ അതിന് തുടർന്നുള്ള ഒരു നടപടി പിന്നീട് ഉണ്ടായില്ല. അങ്ങനെ ഒരു നടപടി മറ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കോ? അല്ലല്ലോ. അപ്പോ അതിനപ്പുറത്ത് അന്ന് CBIക്ക് കേസെടുക്കാവുന്നതാണ്, EDക്ക് അന്വേഷിക്കാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ CBIയോ EDയോ ഒക്കെ അന്വേഷിക്കേണ്ട സാഹചര്യമല്ലേ? അപ്പോൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഈ കാര്യത്തിൽ വേണ്ടത്ര ഒരു താല്പര്യത്തോടെ, ആർജവത്തോടെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിരീക്ഷണം. അതിനപ്പുറത്ത് ഉണ്ടെങ്കിൽ ഇത്രയും കാലം വൈകേണ്ട കാര്യമില്ലല്ലോ. ഓരോ ഏജൻസിയുടെയും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതല്ലാതെ അതിനപ്പുറത്ത് ഇവരെ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്യാനോ നടപടി സ്വീകരിക്കാനോ എന്തുകൊണ്ടാണ് ഇനിയും വൈകുന്നത്? ഇപ്പൊ ROCക്ക് കൊടുത്തിരിക്കുന്ന മറുപടി തൃപ്തികരമല്ലെന്നും അവ്യക്തവും അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ പറയുമ്പോൾ തന്നെ വീണ വിജയനെതിരെയുള്ള അന്വേഷണത്തിൽ എന്തുകൊണ്ടാണ് ഈ മെല്ലപ്പോക്ക്? മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നെങ്കിൽ, മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളായിരുന്നെങ്കിൽ, വേറെ ഒരു സാധാരണപ്പെട്ട ഒരു ബിസിനസ്സുകാരനായിരുന്നെങ്കിൽ ഈ നടപടി ആയിരിക്കോ? അല്ലല്ലോ. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീനാക്ഷിയിലേക്ക് പറഞ്ഞ അഭിപ്രായത്തെ സ്വാഗതാർഹമാണ്. പക്ഷേ അത് അതേ അർത്ഥത്തിൽ തന്നെ നടപ്പാക്കപ്പെടണം. ഭാവി ചെല്ലിനോർത്ത് പാതാളം എന്നല്ലാണ്ട് പിന്നെ എന്ത് പറയാൻ? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.